നിങ്ങൾ ഈ ഭാഗം യെശയ്യാ പ്രവാചകനിൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നിടത്ത് ഒരു ഭാഗം യേശുക്രിസ്തു വിട്ടുകളഞ്ഞിട്ടാണ് പ്രസംഗിച്ചത്. എന്താ വിട്ടുകളഞ്ഞത്? കർത്താവ് വിട്ടുകളഞ്ഞത് അറിയണമെങ്കിൽ യെശയ്യാ 61:1 മുതൽ നിങ്ങൾ ശ്രദ്ധയോടെ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. ദൈവത്തിൻ്റെ പ്രതികാര ദിവസം എന്ന ഒരു ഭാഗം യേശു വിട്ടുകളയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, യേശുക്രിസ്തു വന്നത് ദൈവത്തിൻ്റെ പ്രതികാരം വെളിപ്പെടുത്താൻ വേണ്ടിയല്ല, ദൈവം പ്രതികാരദാഹിയാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയല്ല, ദൈവത്തിൻ്റെ പ്രതികാരത്തെ ശമിപ്പിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ പ്രതികാരം എന്ന് പറയുന്നത് ന്യായമായി വിധിക്കുന്ന കാര്യമാണ്. അല്ലാതെ ദൈവത്തിന് പ്രതികാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഭീകരവാദിയായി ദൈവമല്ല. ദൈവം പ്രതികാരം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധിയെങ്കിൽ മനുഷ്യൻ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് തൻ്റെ ഓമനപുത്രനായ യേശുവിലൂടെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂശിൽ മരിച്ചത്. പ്രിയ സഹോദര സഹോദരി, ഇങ്ങനെ കൃത്യതയുള്ള ഒരു